വേദ, താനെങ്ങനെ ഈ ആളുകളെ മനസ്സിലാക്കുന്ന കാര്യത്തില്? എനിക്ക് മനസ്സിലായില്ല. അല്ല, ഇപ്പൊ എല്ലാരും പറഞ്ഞത് നമ്മളൊന്നിച്ച് പുറത്തു പോകുമ്പോ കൂടുതൽ ഇടപഴകുമ്പോ പരസ്പരം മനസ്സിലാക്കാൻ പറ്റുമെന്നല്ലേ? അതാ ഞാൻ ചോദിച്ചത്. മുന്നിൽ കാണുന്ന എല്ലാരെയും എനിക്കങ്ങനെ മനസ്സിലാവണമെന്നൊന്നുമില്ല. പക്ഷേ കൂടുതൽ കൂടുതൽ സംസാരിക്കുമ്പോ ഒരാളെ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഗുഡ്. ആ ഒരു എബിലിറ്റി തനിക്കുണ്ടെന്ന് പറഞ്ഞ എനിക്ക് സമാധാനമായി. വൈ? നാളെ ഒരിക്കൽ താൻ പറയരുതല്ലോ, അന്നത്തെ തിടുക്കത്തില് രഞ്ജിത്തിന് എനിക്ക് പൂർണ്ണമായും മനസ്സിലാവാതെ പോയി, അതുകൊണ്ട് പറ്റിയ മിസ്റ്റേക്ക് ആണെന്ന്. രഞ്ജിത്ത്, ഞാൻ കണ്ടത് ശീലിച്ചതൊക്കെ മമ്മിയുടെ പെരുമാറ്റം. സോ മമ്മിയുടെ ഒരു ഷാർപ്നെസ് ഞങ്ങളുടെ എല്ലാവരുടെയും ക്യാരക്ടറിൽ കാണും. ഓഫ് കോഴ്സ്. അത് വെച്ച് ഞാൻ പഠിക്കാൻ നോക്കും. വേദ, തനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടോ? ഒരുപാടൊന്നുമില്ല. ഫ്രണ്ട്സിന്റെ കാര്യത്തില് ഞാൻ കുറച്ച് സെലക്റ്റീവാ. വളരെ കുറച്ച് പേര് മാത്രം. ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ഒരുപോലെയല്ലേ? സൗഹൃദമുള്ള എല്ലാവരോടും ഒരുപോലെയാ. അതില് ആൺപെൺ വ്യത്യാസമൊന്നുമില്ല. വല്ലപ്പോഴൊക്കെ ഞങ്ങൾ എവിടെയെങ്കിലൊക്കെ ഒന്നിച്ചു കൂടും. ഈ വിദേശവാസത്തിനിടയിൽ സത്യം പറഞ്ഞ എനിക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെയാണിത്. എല്ലാവരും അവരവരിലേക്ക് നോക്കുന്ന ഒരു സൊസൈറ്റിയിലായിരുന്നു ഇത്രയും കാലം ഞാൻ. സോ നാട്ടിൽ ഫ്രണ്ട്സ് ഇല്ല. അവിടെ അമേരിക്കയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഇല്ലെന്ന് പറയുന്നതാവും ശരി. അതുകൊണ്ട് താൻ ഒരു കാര്യം ചെയ്യും, തൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും താൻ എനിക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരണം. അവരൊക്കെ എൻ്റെ കൂടെ സുഹൃത്തുക്കളായിരിക്കട്ടെ. തീർച്ചയായും. പിന്നെ താനും തൻ്റെ ഫ്രണ്ട്സും എല്ലാം ചേർന്ന് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു യാത്ര പോകണം. അത് നിങ്ങളുടെ മാത്രം ഒരു സ്വകാര്യ യാത്രയായിരിക്കണം. പഠിക്കുന്ന കാലത്ത് നിങ്ങൾ പങ്കുവച്ചതിൻ്റെ ബാക്കി, ജീവിതകാലത്തെ നിങ്ങളുടെ പ്രതീക്ഷകളും പറഞ്ഞ് ഒരു യാത്ര. രഞ്ജിത്ത് കാര്യമായിട്ടാണോ പറയുന്നത്? യാ. ഞങ്ങളുടെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, ജാസ്മിൻ. അവളുടെ വിവാഹം കുറച്ചു മുൻപ് കഴിഞ്ഞു. പക്ഷെ അവളുടെ ഹസ്ബൻഡ് വളരെ സ്ട്രിക്റ്റാ. ഫോർ എക്സാമ്പിൾ, ഒരു ഫ്രണ്ട് അവളുടെ വീട്ടിലേക്ക് ചെല്ലുന്നത് പോലും അയാൾക്ക് ഇഷ്ടമല്ല. ഇങ്ങനെയുള്ളവരാണ് ഈ ആണുങ്ങളെ വില കളയുന്നത്. ഒരിക്കൽ നമുക്ക് പ്രിയപ്പെട്ടതായിരുന്നതൊക്കെ എങ്ങനെ നമുക്ക് തട്ടിമാറ്റാൻ പറ്റും? വേദയുടെ ക്യാമ്പസ്, വേദയുടെ ഫ്രണ്ട്സ്, അച്ഛനമ്മമാരത്തുള്ള ജീവിതം, ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിക്കണമെന്ന് പറയാൻ എനിക്കെന്ത് അധികാരം? ഞാനതൊന്നും ഒരിക്കലും ചെയ്യില്ല. നമ്മുടെ വിവാഹം കഴിഞ്ഞാൽ വേദ തീർത്തും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ആണിനായാലും പെണ്ണിനായാലും വ്യക്തമായൊരു ഐഡന്റിറ്റി ഉണ്ടാവണം. അതാണ് എൻ്റെ താല്പര്യം. സത്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ചത് നമ്മൾ ഇവിടുന്ന് വിവാഹം കഴിഞ്ഞു പോയാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മറക്കണമെന്ന് രഞ്ജിത്ത് പറയുന്ന. അതൊക്കെ കുറെ കാലം മുമ്പ് ആണിന് പെണ്ണിനെ ഭരിക്കാവുന്ന കാലത്ത് ഉണ്ടാക്കി വെച്ച ശീലങ്ങളല്ലേ? ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന രണ്ടുപേര് ഒന്നിക്കുന്നു. അതാണ് വിവാഹം. അതില് ഒരാൾക്ക് ചിലപ്പോൾ കഴിവ് കൂടുതലുണ്ടാവാം, ഒരാൾക്ക് കഴിവ് കുറവായിരിക്കും. ആർക്കാണോ കഴിവുള്ളത് അയാളെ മറ്റേയാൾ പ്രോത്സാഹിപ്പിക്കണം. ആർക്കാണോ കഴിവ് കുറവുള്ളത് അയാളെ ഒപ്പമെത്തിക്കാൻ മറ്റേയാൾ പരിശ്രമിക്കുകയും ചെയ്യും. ഓ, രഞ്ജിത്ത് ഇത്രയും ഫോർവേഡ് ആയിരിക്കും ഞാൻ കരുതിയില്ല. പ്രത്യേകിച്ചും അച്ഛനമ്മമാരോട് ഇങ്ങനെ ഇണങ്ങി നിൽക്കുന്ന ഒരാള്. ഞാനെപ്പോഴും വളരെ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുക. പിന്നെ അച്ഛനമ്മമാരുടെ കാര്യം, അവരല്ലേ വേദ നമുക്കെല്ലാം. നമുക്ക് സൗകര്യങ്ങൾ കൂടാം, പുറത്ത് ബന്ധങ്ങളുണ്ടാവാം, പക്ഷെ അതിൻ്റെയൊക്കെ അടിസ്ഥാനം അച്ഛനമ്മയും തന്നെ അല്ലേ? അവരുടെ ബ്ലഡല്ലേ നമ്മുടെ ക്യാരക്ടർ പോലും പറയുന്നത്. പിന്നെ എങ്ങനെയാണ് അവരെ തള്ളി പറയാൻ പറ്റുന്നത്? എങ്ങനെയാണ് അവർക്ക് വേണ്ടി സമയം നീക്കി വയ്ക്കാനില്ലെന്ന് പറയാൻ പറ്റുന്നത്? എടോ, നമ്മൾ ഒരാൾ ജീവിച്ചാൽ
നമ്മുടെ ചുറ്റുമുള്ളവര് സന്തോഷത്തോടെ ജീവിക്കണം. അതാണ് ലൈഫിന്റെ ഒരു അർത്ഥമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പെർഫെക്റ്റ്. പറയുന്ന ഓരോ വാചകത്തിലും എടുത്തു വെച്ചിരിക്കുന്ന ഓരോ തീരുമാനത്തിലും സത്യം പറയാലോ രഞ്ജിത്ത് എന്നെ ഞെട്ടിക്കുക. താങ്ക് യു. വേദ, ഒറ്റ കാര്യം കൂടി. നമ്മുടെ മൈൻഡ് ഓപ്പൺ ആയിരിക്കണം. നമ്മുടെ പാർട്ട്ണറോട് പറയാൻ ഒന്നും ബാക്കിയുണ്ടാവരുത്. അപ്പോൾ ജീവിതം ഭയങ്കര രസമായിരിക്കും. പാട്ടിടണോ? വേണ്ട, അതില് രസമാ രഞ്ജിത്തിന്റെ സംസാരം കേട്ടിരിക്കാൻ. ടെറസിൽ നല്ല വെയിലായിരുന്നു അല്ലേ മോളെ? ആരാ ചേട്ടാ, ആള് വരെ വാടിപ്പോവും. അതുകൊണ്ട് ഡ്രസ്സൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടി. രാജേട്ടാ, ഞാൻ ഇതൊക്കെ ഒന്ന് മടക്കി എടുത്തിട്ടേ അടുക്കളയിലോട്ട് വരാം. ഓ, ഇവിടെ തന്നെ ഇട്ടങ്ങ് മടക്കി എടുക്കാം അല്ലേ? എന്നാ ആയിക്കോട്ടെ മോളെ. ഞാൻ അടുക്കളയിലിട്ട് ചെല്ലട്ടെ. നീ ഇതെന്താ കാണിക്കുന്നേ? ടെറസിൽ ഉണക്കാനിട്ടതാ മാഡം, മടക്കി വെക്കാന്ന് കരുതി. ഇത് ആരുടെ ഡ്രസ്സാ? ഇത് എന്റെയും അത് മാഡത്തിന്റെയും. അപ്പൊ നിന്റെ ഡ്രസ്സും എന്റെ ഡ്രസ്സും ഒരുമിച്ചിട്ടാണോ കഴുകിയേ? ഇവിടെ എല്ലാവരുടെ ഡ്രസ്സും ഒരുമിച്ചിട്ടാ കഴുകുന്ന മാഡം. ഒരു വീട്ടുവേലക്കാരിയായ നിന്റെ ഡ്രസ്സിനോടൊപ്പം എന്റെ ഡ്രസ്സും കൂടെ ചേർത്ത് കഴുകിയാൽ ഞാൻ സഹിക്കുന്നു കരുതിയോ? നിന്റെ ഡ്രസ് ഒന്ന് കൂട്ടി ഒരസിയാ പോലും എന്റെ ഡ്രസ്സിന് അത് മാനക്കേടാ. മാഡം, അങ്ങനെയൊക്കെ നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോ? നിന്റെയൊക്കെ അടുത്ത് നിൽക്കുന്നത് തന്നെ ഒരു ജന്മം തീർത്താ തീരത്തെ നാണക്കേടാ. അപ്പോഴാ നിന്റെ ഡ്രസ്സിന്റെ കൂടെ എന്റെ ഡ്രസ് ഇടുന്നത്. രാവിലെ തുടങ്ങിയ മാഡം 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 ഞാൻ കൊണ്ടുപോയി വെച്ചോളാം. ഈ ഡ്രസ്സേ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം.